അങ്ങനെ എവിക്ഷൻ പ്രൊമോ വന്നിരിക്കുകയാണ്. അപ്സരയാണോ പുറത്തായിരിക്കുന്നത്? അതെ, ഇതിനകത്ത് നോക്കുമ്പോൾ അപ്സരയാണ്. അപ്സരയും കുറച്ച് പേരുമാണ് ലാസ്റ്റ് ഉള്ളത്. ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആൾക്കാരെയാണ്. അപ്സരയായിരിക്കും എവിക്റ്റ് ആകുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെ ആ ഒരു കൺഫേംഡ് സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആരാണ് ഔട്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് ലാലേട്ടൻ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്നിലധികമോ പേര് വിടവാങ്ങാൻ സമയമായി എന്നാണ് പറയുന്നത്. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഓൾറെഡി ഇതിനകത്തുനിന്ന് റസ്മിൻ ഔട്ടായി, അത് കഴിഞ്ഞ ശേഷം ഇതേ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അതിനകത്തുനിന്ന് പിന്നെ 2 പേരെ എവിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് അത് അൺഫെയറാണ്. കാര്യം ഒരുപാട് എണ്ണം അതിനകത്ത് ഇരിപ്പുണ്ട്, ഒന്നും ചെയ്യാണ്ട് വെറുതെ അവിടെ ഇങ്ങനെ ഈച്ച അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാണ്? ഒന്നെങ്കിൽ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് 3 പേരെ ഔട്ടാക്കുന്നത്, അതാണെങ്കിൽ ഫെയർ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ മാത്രം എടുത്തിട്ടിട്ട് അതിന്ന് 3 പേരാണ് ഇപ്പോൾ ഈ ആഴ്ച 2 പേരും കൂടെ ഔട്ടായി കഴിഞ്ഞാൽ 3 പേരാണ് ഈ ആഴ്ച ഔട്ടാവാൻ പോകുന്നത്. അത് തെറ്റാണ്, അൺഫെയർ ആണ്. കാര്യം പ്രേക്ഷകർക്ക് വോട്ട് കൊടുത്തേ പറ്റൂ. അപ്പോൾ പ്രേക്ഷകർ എന്താ, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കും. അവസാനം കുറച്ച് വോട്ട് കിട്ടുന്നവർ, അവർ കളിച്ചവരാണെങ്കിലും കളിക്കാത്തവരാണെങ്കിലും പുറത്താവേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇപ്പോൾ ഇന്ന് ലാലേട്ടൻ ഇന്ന് ആക്ടിവിറ്റി ഏരിയയിലാണ് നടക്കുന്നത്. ആദ്യം നിന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അപ്സര, ജാസ്മിൻ, ഋഷിയും അഭിഷേകുമാണ്. എന്നിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ കുറേ കളങ്ങളുണ്ട്. ജാസ്മിനോട് ഒന്നാമത്തേലേക്ക് മുന്നിട്ട് വരാൻ പറയുന്നു, ഒന്നാമത്തേലേക്ക് കയറുന്നു. അതിനകത്ത് ഒരു കാർഡുണ്ട്, അതെടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അഭിഷേക് 7ാമത്തേൽ കളത്തിലേക്ക് വരാൻ പറയുന്നു, മുന്നോട്ട് വരാൻ പറയുന്നു. ഇവരെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അഭിഷേക് പോകുന്ന, അവരെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൻസിബ എന്ന് പറഞ്ഞൊരു ആളെ ഇതിനകത്തില്ല, ചിലപ്പോൾ നാളെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഋഷിനെ കാണുന്നില്ല. ഋഷി സേവ്ഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഋഷിയെ കാണുന്നില്ല അതിനകത്ത്. ഋഷി സേവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അപ്സര മാത്രമായിരിക്കും എവിക്റ്റ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അപ്സര അല്ലാണ്ട് ചിലപ്പം വേറെ ഋഷി അല്ലാണ്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആവാം. അത് ചിലപ്പോൾ നാളെ ആവാം, ഒന്നും പറയാൻ പറ്റില്ല. ഇത് ജസ്റ്റ് പ്രഡിക്ഷൻ മാത്രമാണ്. കൺഫേംഡ് ആയാൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ, ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ അപ്സര, എന്നിട്ട് അപ്സര ഭയങ്കര പുഞ്ചിരിയോടെയൊക്കെയാണ് വായിക്കുന്നത് കേട്ടോ. പുള്ളിക്കാരി സ്വപ്നത്തിൽ പോലും അവിടെ ഇപ്പം ലൈവിനകത്ത് എല്ലാ സ്ഥലത്തും പോയിരുന്നിട്ട് ടോപ്പ് 5 ആര് പോവും, ഗ്രാൻഡ് ഫിനാലയിൽ ആര് വരും, ഇതൊക്കെ തന്നെ ചർച്ച. ഒരൊറ്റ എണ്ണത്തിന് കളിക്കണമെന്നോ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. ആ ജിൻഡോക്ക് അവിടെ ഇരുന്ന് ഗെയിം കാണുകയാണ് ചെയ്യണത്, അവിടെ നിന്ന് ലൈവ് കാണുന്നു, എല്ലാം കറക്റ്റാണ്. ഇനി 2 ആഴ്ച വോട്ടിംഗ് ഉണ്ട്. ടോപ്പ് 5 അല്ല, വിന്നറിനെ കിട്ടണ സമയമാണിത്. വിന്നർ പോലും ഇപ്പം ആയിട്ടില്ല. വിന്നറായി എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് കുറച്ച് പേര്. എന്തിനാണോ എന്തോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പ്രേക്ഷകർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ കുറേ കാര്യത്തിൽ. ജാസ്മിന് കിട്ടേണ്ട വോട്ട് ജാസ്മിന് കിട്ടുന്നുണ്ട്, പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യമാണ് തത്തക എവിടെ ആർക്ക് കൊടുക്കണോ എന്നൊരു പിടിയുമില്ല. ഇച്ചിരി ഒന്ന് വർത്താനം പറയുമ്പോൾ അവർക്ക് കൊടുക്കും, ഇച്ചിരി ഇവിടെ ഒന്ന് വർത്താനം പറയുമ്പോൾ ഇവർക്ക് കൊടുക്കും. ഇപ്പോഴും ഇങ്ങനെ നടക്കുകയാണ് ഈ മറ്റേ ടോപ്പ് 5ന്റെ ലിസ്റ്റ്, ഇങ്ങനെ കിടക്കുകയാണ്. ആരോ എന്തോ എങ്ങനെയോ ഒരു പിടിയുമില്ല. ഇപ്പോഴും 100% ഉറപ്പിച്ച് ടോപ്പ് 5 പറയാൻ പറ്റുന്നില്ല ആർക്കും, ഇത്രയായിട്ട് കൂടി. സാധാരണ ഈ സമയത്ത് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് അപ്സര വന്നിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അഭിഷേക് 15ാമത്തേൽ പോവും, ജാസ്മിൻ 14ാമത്തേൽ ചിരിച്ചോണ്ടൊക്കെയാണ് പറയുന്നത്. 4 പേരും ഒരുമിച്ച് മുന്നോട്ട് വരാൻ പറയണം. ആ സമയത്ത് ജിൻഡോ ആണുള്ളത്. ജിൻഡോ, അപ്സര, അഭിഷേകും ജാസ്മിനും, ഇത്രയും പേരാണ് ഉള്ളത്. ഇതിനകത്ത് ജിൻഡോയും അപ്സരയും ജാസ്മിനും വിചാരിച്ചിരിക്കുന്നത് അഭിഷേക് ഔട്ടാവുന്നതാണ്. ദൈവമേ, ഇതോടുകൂടി ഇവരുടെ ഈ പൊട്ട പ്രഡിക്ഷൻസ് ഒന്ന് നിർത്തി കളിക്കാൻ നിൽക്കണം. അപ്സരയാണ് എവിക്റ്റ് ആകുന്നുണ്ടെങ്കിൽ ഇവർ ഇതേപടി ഇവരുടെ പ്രഡിക്ഷൻ നിർത്തി ഇവർ കളിക്കാൻ നോക്ക് വല്ലത്. ആ ജാസ്മിനും ജിൻഡോ ഒക്കെ കളിക്കാൻ നോക്ക്. ഇനി എന്തോ നോക്കിക്കൊണ്ടിരിക്കുക, എന്തെന്ന് കിട്ടുന്ന വിചാരിച്ചോണ്ടിരിക്കുക. ഞാൻ തന്നെ ജയിച്ച് എന്നും പറഞ്ഞങ്ങ് ഇരിക്കുകയാണ് കുറേ പേര്. ഇങ്ങനെ വാചകം ഒടിച്ച് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എനിക്കിപ്പം കഴിഞ്ഞ സീസണിലും ഇതേപോലത്തെ അവസ്ഥയായിരുന്നു. ഏകദേശം കഴിഞ്ഞ സീസണിൽ പകുതി ആയപ്പോഴേ ഇതുപോലത്തെ അവസ്ഥയായിരുന്നു. ഇത് ലാസ്റ്റത്തെ 1 മാസമാണ് ഈ ഒരു അവസ്ഥ. ഭയങ്കര കഷ്ടം തോന്നുന്നു. അവിടെയാണെങ്കിൽ പിന്നെ കുറേ ലീഡെന്നെങ്കിലും വെക്കാം. ഇതെന്നെങ്കിൽ തത്തക പുത്തകയാണ്. ആരെ എവിടെ ടോപ്പ് 5 പോലും നമുക്ക് കിട്ടണില്ല. കറക്റ്റായിട്ട് ആര് വരും, എങ്ങനെ വരും. അതിൻ്റെ ഇടയിൽ കൂടെ അൻസിബ ഔട്ടായെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിലവിൽ എനിക്ക് തോന്നുന്നു അൻസിബ, ശ്രീതു, അർജുൻ അവരൊക്കെ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനകത്ത് കാണിക്കുന്നത്. ശ്രീതുവൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എനിക്കറിയത്തില്ല. കാര്യം 8 പേരാണ് ഇനി ബാക്കിയുള്ളത്. ഒന്നുകിൽ അവരെ സേഫ് ആക്കിയിട്ടുണ്ടാവാം, പറയാൻ പറ്റത്തില്ല, സേഫ് ആക്കിയിട്ടുണ്ടാവാം. കാര്യം അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കില്ല നമ്മൾ. കാര്യം നമ്മുടെ ഇനി അടുത്ത എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ ഇനി നാളത്തേക്ക് ഉള്ളത് വെക്കുമോ വേറെ. അതായത് അൻസിബ, ശ്രീതു, അർജുനെയും എല്ലാവരെയും കൂടെ വെച്ചിട്ട് നാളത്തേക്കുള്ള ഒരു എവിക്ഷൻ പ്രക്രിയ വെക്കുമോ എന്ന് അറിഞ്ഞുകൂടാ.
എന്തായാലും എൻ്റെ മനസ്സ് പറയുന്നത് സിംഗിൾ എവിക്ഷൻ ആവുന്നു. എൻ്റെ മനസ്സ് പറഞ്ഞു. കാര്യം ഭയങ്കര അൺഫെയർ ആണ് ഇതിന്ന് 2 പേരെ പുറത്താക്കിയ കാര്യം. ഒരേ നോമിനേഷൻ ലിസ്റ്റാണ്. ഓൾറെഡി റസ്മിൻ ഔട്ടായി, ഇനി വേറെ ആരെങ്കിലും ഔട്ടാവും, പിന്നെ ഒരാൾ ഔട്ടാവുകയാണെങ്കിൽ ബാക്കിയുള്ളവർ എന്തു ഭാഗ്യം ചെയ്തിട്ടാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നോമിനേഷനിൽ പോലും വന്നിട്ടില്ല, സുഖമായിട്ടിരിക്കുക. അത് ഈ 12ാമത്തെ ആഴ്ചയിൽ ഭയങ്കര ഭാഗ്യമാണ്. അടുത്ത ആഴ്ച എല്ലാവരെയും പിടിച്ച് നോമിനേഷനിൽ ഇടണം ബിഗ് ബോസെ. ഒന്നും പറയാനില്ല. ഭയങ്കര കഷ്ടം തോന്നുന്നു ഈ കുറച്ച് പേരെ മാത്രം ഇങ്ങനെ നോമിനേഷനിൽ ഇട്ടിട്ട്. പിന്നെ അവർക്ക് നല്ലതാണ് കേട്ടോ, അവർക്കൊരു വോട്ട് ബാങ്ക് ആയിക്കഴിഞ്ഞു. ഇനി പുതുതായിട്ട് കയറുന്നവർക്കാണ് വോട്ട് ബാങ്ക് ഇല്ലാത്തത്. അവസാനത്തെ ആഴ്ചയൊക്കെ പോയിട്ട് വോട്ടിങ്ങിന് കയറി കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. കാര്യം വോട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ഇവർക്ക്. ഇപ്പം ശ്രീതു ആണെങ്കിലും അർജുനാണെങ്കിലും ഇപ്പം ഈവൻ ജാസ്മിൻ ആണെങ്കിലും അഭിഷേക്, ജിൻഡോ, ഇവർക്കൊക്കെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ജിൻഡോയ്ക്ക് അല്ലെങ്കിൽ ജാസ്മിന്, ഇല്ല അൻസിബയ്ക്ക്, അല്ല നമുക്ക് അഭിഷേകിന് കൊടുക്കാം. പക്ഷെ ഇല്ലാതിരുന്ന് കഴിഞ്ഞ് പെട്ടെന്ന് പോയിട്ട് കയറുമ്പോൾ കണ്ട ഗബ്രി ഔട്ടായത് കണ്ടില്ലേ, അതുപോലെ ഇരിക്കും. അപ്പം നമുക്ക് നോക്കാം. എന്തായിരുന്നാലും അപ്സര ആകാനാണ് ചാൻസ്. 90% ചാൻസിനെ കൺഫേം ആക്കിയിട്ട് പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.